ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ജന സർവീസായിട്ട് കയറ്റിയതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം, ബെൽറ്റിൻ്റെ കണ്ടീഷൻ അതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ വലിയ പഴക്കമില്ലാത്ത ഫിൽറ്ററാണ്, പക്ഷേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് കിടക്കുന്നത് കേട്ടോ. ഇത് ഇടയ്ക്ക് എപ്പോഴോ പുറമെ അവിടെ അഴിച്ച് മാറ്റിയതാണ്, പക്ക ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ. കാരണം ഈ മാതിരി എയർ ഫിൽറ്റർ ഇടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എയർ പെട്ടെന്ന് ഈ പേപ്പറിൽ പൊടി കയറിയിട്ട് പെട്ടെന്ന് ബ്ലോക്ക് ആവുകയും പെട്രോൾ ചിലവ് കൂടെ എഞ്ചിൻ ഹെഡിലൊക്കെ കരി കൂടുതലായിട്ട് കയറുന്നൊരു കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ഈ ഒരു നഷ്ടം നോക്കാണ്ടത് മാറ്റി കളയുന്നതായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് ഓയിലേക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. നിലവിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. അതാ ബെൽറ്റ് വർക്ക് ചെയ്തിട്ട് ക്ലച്ച് ഷൂ ഒക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ പൊടി, തേമാനം മഞ്ഞൻ്റെയൊക്കെ പൊടിയാണത് കേട്ടോ. പിന്നെ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ ആയാലും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ കൂട്ടത്തിൽ ഗ്രീസ് ചെയ്യും. ഇതതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. നിലവിൽ വേറെ തേമാന കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റാണ്. അതിൻ്റെ പെർഫോമൻസും ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടൽ വീണിരിക്കുന്നുണ്ട്. അതെനിക്ക് മാറ്റി കളയണമായിരിക്കും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ എന്തായാലും അടുത്ത സർവീസ് വരെ നിൽക്കാൻ സാധ്യതയില്ല. കാരണം ചില ഭാഗങ്ങളിലുള്ള പൊട്ടൽ വളരെ കൂടുതലാണ്. ഇപ്പോൾ 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ശരിക്കും 30,000 കിലോമീറ്ററിലൊക്കെ സാധാരണ രീതിയിൽ മാറ്റേണ്ടി വരാറുണ്ട്. ഇതിപ്പോൾ നിലവിൽ കറക്റ്റ് മാറേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റിയിടണമാണ് ഏറ്റവും സേഫ്. പിന്നെ അതിൻ്റെ ക്ലച്ച് ഔട്ടറിൻ്റെ ഭാഗത്തായാലും പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബെൻഡെക്സ് യൂണിറ്റൊക്കെ ആയാലും വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴായാലും ഹെഡിൻ്റെ സൈഡിൽ നമുക്ക് ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഗ്യാസ്കറ്റ് നമുക്കൊന്ന് മാറ്റിയിടാനായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് എന്ന് പറയുക കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ബ്രേക്ക് ഇല്ല. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് ലൈനറും തീർന്നേക്കാണ്, ബാക്കിലത്തെ രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ തീർന്നത്. ഇപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചേക്കാണ് നമ്മൾ, ബാക്ക് വീൽ നമുക്ക് ഇതിന് ശേഷമാണ് നമുക്ക് അഴിക്കാൻ പറ്റുക. പക്ഷെ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കണ്ടീഷനിൽ നോക്കുമ്പോൾ മാക്സിമം അതിൻ്റെ മാർക്കിങ്ങിലേക്ക് നിൽക്കുക. അഡ്ജസ്റ്റ് ചെയ്താലും നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ കിട്ടില്ല. അപ്പോൾ അത് മാറ്റിയിടുന്നതായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനും കൂടി നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ലിങ്കിൻ്റെ ഭാഗം നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. പക്ഷേ ഈ ഫ്രണ്ടിലത്തെ കുഷൻ അസംബ്ലിയുടെ ആ ബുഷ് ഓവലായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടണം നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ഈ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ ക്ലാവ് കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ കയറി ജാം ആവാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഓൾറെഡി സർവീസിലൊക്കെ ഉള്ളതാണ്. അത് നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകാം. പിന്നെ ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് അതിന് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററിയും കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് കാണിച്ചു തരാം. നിലവിൽ നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ 12.8685 ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്. വോൾട്ട് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സ്റ്റാറ്റസിനകത്ത് കാണിക്കും. അപ്പോൾ നിലവിൽ ഓക്കെയാണ്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാറ്ററിയുടെ ഭാഗം കണ്ടീഷനാണ്, പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് ഈ പറഞ്ഞ രീതിയിൽ കൂടെ കേബിൾക്കൊന്നും വേറെ പ്രോബ്ലം ഇല്ല. ലൈനർ മാത്രം ചേഞ്ച് ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്കതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഉണ്ടല്ലോ, അത് നമുക്കിപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മാറ്റി പോകേണ്ടതായിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗിൻ്റെ പോയിൻറ്റും അത്യാവശ്യം ഒരുവിധം കറക്റ്റ് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും ശരിക്കും സാധാരണ നമ്മൾ മാറ്റേണ്ടി വരാം. ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ടതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് മാക്സിമം കംപ്ലയിൻ്റ് ആവാൻ നോക്കിക്കരുത്. കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് പ്ലഗ് മാറാൻ നിൽക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എൻജിൻ ഹെഡിനകത്ത് വന്ന പെട്രോൾ മിക്സ് കറക്റ്റായിട്ട് കത്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തൊരു കണ്ടീഷൻ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഹെഡിനകത്തേക്ക് കാർബൺ ഡെപ്പോസിറ്റ് വളരെ ക്രമാതീതമായിട്ട് കൂടുകയും റിങ്സിൻ്റെയും പിസ്റ്റൻ്റെ ഗ്യാപ്പിലൊക്കെ വരും. അതേപോലെ വാൽവിൻ്റെ കറക്റ്റായി വന്ന് ഡ്രോപ്പ് ആവുന്ന ഭാഗത്തൊക്കെ വരും. അതൊക്കെ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് വലിയ പ്രോബ്ലം ചിലവുണ്ടാകും. അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു നല്ല പീരീഡ് എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്ററാണ്. അപ്പോൾ ആ പീരീഡിൽ തന്നെ മാറ്റിയിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കമ്പനി ജെനുവിൻ പാർട്സ്, ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം ഇതെന്തായാലും അതിൻ്റെ തന്നെ വിലയും കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് നഷ്ടക്കച്ചവടമായിട്ട് വരുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലും കൂടി കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ. അതിനകത്ത് നമുക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ലൈനർ നമുക്ക് തീർന്നിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ എയർ ഫിൽറ്ററും പ്ലഗും ഞാൻ എസ്റ്റിമേറ്റിൽ കൂട്ടുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. എന്തെങ്കിലും നമ്മളതൊരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് ഐറ്റംസ് അതുകൂടി മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ അവിടുത്തെ ലീക്കിൻ്റെ കേസും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഒരു പാളിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ നമ്മൾ കിടക്കുന്ന ടയർ പോലെ തന്നെ ബാക്കിലത്തെ ടയർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരുപാട് ഗ്രിപ്പ് തന്നെ ടയർ വരുമ്പോഴത്തേക്ക് തന്നെ ചെറിയൊരു പാളിച്ച
എന്തായാലും നമുക്ക് ഈ ടയർ മാറ്റിയതിന് ശേഷമൊക്കെ ആയിരിക്കും ഉണ്ടായേക്കുക. അതോ അത്രയും ഗ്രിപ്പുള്ള ടയർ നമുക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. കാരണം നമുക്ക് മൈലേജ് കുറയുന്നതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ ഈ ചെരിവിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട് വണ്ടി പാളിപ്പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. എപ്പോഴും നമുക്ക് കമ്പനി പ്രിഫർ ചെയ്യണ കമ്പനി വണ്ടിയുമ്പോൾ വരുന്ന ആ മോഡൽ ടയർ തന്നെ യൂസ് ചെയ്യണതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതിപ്പോൾ കമ്പനി ഇപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം, അപ്പോളോ MRF സിയറ്റോ ഏത് വേണമെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ ഡിസൈൻ എപ്പോഴും നമുക്ക് ആ വി ഷേപ്പിലുള്ള ടയർ എടുക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മുന്നോട്ട് ഓടുന്തോറും കംഫർട്ട് കുറഞ്ഞു വരും. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹാൻഡിലിൽ ഒരു ബലം ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിലവിൽ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് ആ ബെൽറ്റിൻ്റെയും കൂടി ഉണ്ട് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ബെൽറ്റ് അടക്കം ഈ പറഞ്ഞേക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി എൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിൽ തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് അതനുസരിച്ചിട്ട് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേകം ഒന്ന് കണ്ടപ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ.